ആദ്യം ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്തവർക്കാണോ അതോ ആദ്യം ആ പേരിൽ ബ്രാൻഡ് ഇറക്കിയിട്ടുള്ളവർക്കാണോ ആ പേരിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് അർഹത? അതായത് 2024 നിങ്ങൾ ഒരു പേരിൽ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. എന്നാൽ 2015 മുതൽ സെയിം സെഗ്മെന്റിൽ പ്ലേ ചെയ്യുന്ന ഒരു ടീം അതേ പേരിൽ ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവായിട്ട് അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാത്ത എന്നാൽ 2015 മുതൽ ആക്റ്റീവായിട്ട് ബിസിനസ് ചെയ്യുന്ന ആ ടീം ഉണ്ടല്ലോ, ആ ടീമിന് ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് രജിസ്ട്രേഷൻ വാങ്ങാനായിട്ട് കഴിയുമോ? ആ ടീമിന് നിങ്ങളുടെ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട്, ഈവൻ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോലും ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഒന്ന് മനസ്സിലാക്കുക, ഇന്ത്യൻ ട്രേഡ് മാർക്ക് നിയമം പ്രൊട്ടക്ട് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഗുഡ് വിൽ, 2 മാർക്കറ്റ് റെപ്യൂട്ടേഷൻ, മൂന്നാമത്തേത് ആക്ച്വൽ ബിസിനസ് യൂസേജ്. ട്രേഡ് മാർക്ക് നിയമത്തിലെ സെക്ഷൻ 34 പ്രകാരം ഈവൻ ഒരു രജിസ്റ്റേർഡ് പ്രൊപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ പോലും, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടിയെങ്കിൽ പോലും വർഷങ്ങളായിട്ട് ഒരാൾ ഒരു പേര് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പേരിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആ പേര് ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ അവർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആ രജിസ്ട്രേഷനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അത് അത്ര ഈസി അല്ല. ആ വ്യക്തി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുകയാണെന്നുള്ളതും ഒപ്പം മാർക്കറ്റിൽ നല്ല ഗുഡ് വിൽ ഉണ്ട് എന്നുള്ളതും ലീഗലി പ്രൂവ് ചെയ്യണം. പലർക്കും അതിന് സാധിക്കാറില്ല, കാരണം അതിനുള്ള എവിഡൻസ് അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള കുറച്ച് പ്രയർ യൂസേജിന്റെ കേസസ് ഞങ്ങളുടെ സ്ഥാപനം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും മനസ്സിലാക്കുക, ആസ് ഏർലി ആസ് പോസിബിൾ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക, ആസ് ഏർലി ആസ് പോസിബിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ആ ബ്രാൻഡ് മാർക്കറ്റിൽ എത്തിക്കുക. ഈ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയലിംഗ് മാത്രമല്ല, അതിന് അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്.